ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഓഗ്ബെച്ച്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഗ്യാരി ഹൂപ്പറിനും തമ്മിലുള്ള ഒരു കമ്പയറിംഗ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല വെബ്സൈറ്റിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കുറേ ഇൻഫോർമേഷൻ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പല വീഡിയോയും പല വെബ്സൈറ്റുകളും വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആണെങ്കിലും അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഓഗ്ബെച്ച് വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് എൽക്കോ ഷാർട്ടറിക്ക് ഓഗ്ബെച്ചയുടെ കറക്റ്റ് രീതിയിലുള്ള ഒരു കളി ശൈലി മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. അതായത് നേരത്തെ നോർത്ത് ഈസ്റ്റ് വെച്ച് ഓഗ്ബെച്ചയെ കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഗ്ബെച്ചയ്ക്ക് എങ്ങനത്തെ ഉള്ള പൊസിഷൻ കൊടുത്താണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു കളിയാണ് ഓഗ്ബെച്ചയ്ക്ക് ശരിക്കും സ്യൂട്ട് ആവുന്നുള്ള ഒരു കാര്യം എൽക്കോ ഷാർട്ടറിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. ഓഗ്ബെച്ചയ്ക്ക് നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ പുതിയ സൈനിങ് ആയിട്ടുള്ള ഗ്യാരി ഹൂപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ഐ ലീഗ് ക്ലബായിട്ടുള്ള മോഹൻ ബഗാൻ എന്നുള്ള ഒരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വർഷം ഇന്ത്യയിലാണ് കോച്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മോഹൻ ബഗാന് കപ്പ് വിൻ ചെയ്ത് കൊടുത്ത ഒരു കോച്ച് കൂടെയാണ് കിബു വിഗുന. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് വളരെ ആശ്വാസമുണ്ട്, നമ്മൾ നല്ലൊരു കോച്ചിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാരി ഹൂപ്പർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഗ്യാരി ഹൂപ്പറിന് എങ്ങനത്തെ തരത്തിലുള്ള ഒരു കളിയാണ് ഗ്യാരി ഹൂപ്പറിന് സ്യൂട്ട് ആകുക അല്ലെങ്കിൽ ആപ്റ്റ് ആവുക എന്നുള്ള ഒരു കാര്യം കിബു വിഗുന ശരിക്കും മനസ്സിലാക്കിയിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഗ്യാരി ഹൂപ്പറിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഗ്യാരി ഹൂപ്പറിൽ നിന്ന് കിട്ടൂ, അല്ലെങ്കിൽ നല്ലൊരു പ്രതിഫലം കൊടുത്തതിന്റെ ഒരു ഗുണം നമുക്ക് ഗ്യാരി ഹൂപ്പറിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇപ്പൊ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്യാരി ഹൂപ്പർ ഒരു വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്ട് നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ക്ലബ്ബ് ശരിക്കും സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിബു വിഗുനയ്ക്ക് ഇദ്ദേഹത്തെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വർഷം ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നല്ലൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു രീതിയിലുള്ള കളിശൈലിയാണ് കിബു വിഗുന ഇവിടെ കളിക്കാൻ പോകുന്നതെങ്കിൽ, ഐഎസ്എൽ തന്നെ ഏറ്റവും നല്ലൊരു സൈനിങ് ആയിട്ട് മാറാൻ കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗ്യാരി ഹൂപ്പർ. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും മികച്ചത്, അതായത് ഓഗ്ബെച്ച് ആണോ അതോ ഗ്യാരി ഹൂപ്പർ ആണോ ഏറ്റവും മികച്ചത്? അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ഓഗ്ബെച്ച് എന്ന് പറയുന്നത് ഒരു നൈജീരിയൻ പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പ്ലെയർ ആണ്. അത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല നല്ല ക്ലബ്ബുകളും അവളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2003 അതായത് ഒരു വലിയ ലീഗിലൊന്നും അല്ലായിരുന്നു, ഒരു ഗ്രേ അത്ലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2004-2005 കോൺഫറൻസ് സൗത്ത് എന്നുള്ള ഒരു കപ്പ് ഇദ്ദേഹത്തിന് വിൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം FA ട്രോഫി 2005-2006 ഇദ്ദേഹത്തിന് നേടാൻ പറ്റും. അപ്പോൾ നല്ലൊരു സമ്പത്തുള്ള ഒരു ആള് തന്നെയാണ് ഗ്യാരി ഹൂപ്പർ. അപ്പോൾ നമ്മുടെ ഓഗ്ബെച്ചയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഓഗ്ബെച്ചയ്ക്ക് ആദ്യമേ നല്ലൊരു തുടക്കമൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഐഎസ്എല്ലിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇവിടെയാണെങ്കിൽ ഓഗ്ബെച്ചയ്ക്കാണോ അതോ ഗ്യാരി ഹൂപ്പറിനാണോ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആർക്കാണെന്ന് ചോദിക്കും. നമുക്ക് വേറെ ഒന്നിനും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഗ്യാരി ഹൂപ്പർ എന്ന് പറഞ്ഞൊരു എക്സ് പ്രീമിയർ ലീഗ് കളിക്കാരാണ്. പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ വമ്പൻ ടീമുകൾക്കൊപ്പം എല്ലാം കളിച്ച് നല്ല പരിചയമുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ഗ്യാരി ഹൂപ്പർ. ഇപ്പോൾ പണ്ടത്തെ കാര്യമാണെങ്കിലും അതിനുശേഷം തന്നെയാണെങ്കിൽ ഓസ്ട്രേലിയ ലീഗിലെ മെയിൻ ക്ലബായിട്ടുള്ള വെല്ലിംഗ്ടൺ ഫിനിക്സിലാണ് ഇദ്ദേഹം കളിച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അത്ര നല്ല കളി കാഴ്ചവെക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് പരിക്കുകൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെറും 21 അപ്പിയറൻസ് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയതെങ്കിൽ പോലും 21 അപ്പിയറൻസിൽ ഏകദേശം പരിക്കുകളൊക്കെ വെച്ച് കളിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് 8 ഗോളുകൾ ഏകദേശം 4 അസിസ്റ്റുകളും നേടാൻ സാധിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഏകദേശം 10 ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 476 കളിയിൽ നിന്ന്, അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ 476 കളിയിൽ നിന്ന് ഏകദേശം 207 ഗോളുകളും അതുപോലെ തന്നെ 65 അസിസ്റ്റുകളും ഇത് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരൻ നിലയിൽ ഇത്രയും വലിയ ലീഗിൽ, അതായത് വെല്ലിംഗ്ടൺ ഫിനിക്സിന്റെ
റിസർട്ടിങ്ങിലും അതുപോലെ തന്നെ മെയിൻ ക്ലബ് എ ക്ലബിലും എ ടീമിലും കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് നല്ലൊരു കളി തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർവിച്ച് സിറ്റിയിൽ കളിച്ചിട്ടുണ്ട്, സെൽറ്റിക് എഫ് സിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സെൽറ്റിക് എഫ് സിയിലാണെങ്കിൽ 138 കളികളിൽ നിന്ന് ഏകദേശം 82 ഗോളുകളോളം നേരിട്ടുണ്ട്. അതുപോലെ തന്നെ 30 അസിസ്റ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാം പണ്ടത്തെ കാര്യം, അതായത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ബെർബറ്റോവിന്റെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന സൂപ്പർ കളികളൊക്കെ കണ്ട് നമ്മുടെ ഫാൻസൊക്കെ വളരെ രീതിയിൽ നല്ലൊരു ആഘോഷത്തിലായിരുന്നു. ഇത്രയും വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ടുള്ള ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അതെല്ലാം കെടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ ആ ബെർബറ്റോവിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചടങ്ങാൻ ഒട്ടും തന്നെ സാധിച്ചില്ല. ഏകദേശം ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു കളിക്കാരൻ അങ്ങനെ ആവരുത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 21 കളിയിൽ നിന്ന് 8 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ഇദ്ദേഹം നേടിയത്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് വളരെ പരിക്കുകളൊക്കെ മൂലം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്ര നല്ല കളി നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിൽ പോലും നല്ല ഒരു കളിയാണ് അത് വെല്ലിൻടൈൻ ഫിനിക്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതേ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് എന്നുള്ള ഒരു പ്ലെയറാണ്. അതായത് അദ്ദേഹത്തിന് ബോക്സിനുള്ളിൽ ബോൾ കിട്ടിയാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഗോൾ അടിക്കാനുള്ളത് നല്ലൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ നല്ലൊരു നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഗ്യാരി ഹൂപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റിലേക്ക് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന അറിവ് വെച്ച് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 14 കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഒക്കെ സത്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലൊരു പ്ലെയർ നമുക്ക് വരികയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കളിയിൽ തിളങ്ങണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോച്ചിന്റെ ഒരു കളിശൈലി അല്ലെങ്കിൽ പ്ലേയിങ് സ്റ്റൈല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബോൾ എത്തിക്കാനും അതുപോലുള്ള താരങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് നല്ലൊരു പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.